Hi friends, നമ്മൾ വന്നിട്ടുള്ളത് പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പിസ്ത കേക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വെയിറ്റിൽ വരുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ഒരു മാർബിൾ എഫക്റ്റാണ് ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാർബിൾ എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കപ്പ് മൈദ എടുക്കുക. അതിന് ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നല്ലെങ്കിൽ 3 തവണ അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചതിന് ശേഷം ബൗളിലിട്ടിട്ട് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1 കപ്പ് മൈദയ്ക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നല്ല ഫ്ലഫി ആവുന്നിടം വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ്ഗൊക്കെ റൂം ടെമ്പറേച്ചറിൽ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലെ ഈ ഒരു ഫോമിൽ ആയി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് 3 തവണയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ടൈറ്റ് ആവുന്നതിനനുസരിച്ചാണ് നമ്മൾ മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിലേക്ക് ഒരു 1/4 കപ്പോളം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നമ്മൾ 2 ബാച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ടൈഗറിൻ്റെ പിസ്ത എസൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ടൈഗറിൻ്റെ പിസ്ത എസൻസ് നമ്മളിതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ജസ്റ്റ് ആ പിസ്തയുടെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 8 ഇഞ്ചിൻ്റെ മോൾഡിലേക്കാണ് മാറ്റാൻ പോകുന്നത്. നന്നായിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല നമ്മളിത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത പാനിൽ നമുക്കൊരു 45 മിനിറ്റ്സ് ടു 1 മണിക്കൂർ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എയർ ബബിൾസൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൊടുക്കാനുള്ള ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്സ് ഇതുപോലെ പിസ്ത എസൻസ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് 1/2 കപ്പ് ചോക്ലേറ്റ് പ്ലസ് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത്. നമ്മളിത് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. വിപ്പിംഗ് ക്രീം നമ്മളിവിടെ ഏകദേശം ഒരു 1.25 to 1.5 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം 1 kg കേക്കിന് ആവശ്യമായിട്ട് വരും. ഡെക്കറേഷൻസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.25 കപ്പ് വിപ്പിംഗ് ക്രീമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. നമ്മുടെ കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1-2 ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, ഇനി പിസ്ത ഉണ്ടെങ്കിൽ നമുക്ക് പിസ്ത ഇട്ട് കൊടുക്കാം. അതല്ല കാഷ്യൂ നട്ട് ഉള്ളെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 ലെയറും ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ടൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ കേക്ക് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ ക്രീം ഒന്ന് ഫൈനൽ കോട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. നമ്മൾ ഗനാഷ് വയ്ക്കുന്നതിന് മുന്നേ നമ്മുടെ കേക്ക് നല്ല സെറ്റായി കൂളായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് ഗനാഷ് റെഡിയാക്കാം. ഫൈനൽ കോട്ടിങ്ങിനുള്ള ഗനാഷ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളോട് ഏകദേശം 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒഴിച്ച് ഇതുപോലെ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഡബിൾ ബോയിൽ ചെയ്തോ മൈക്രോവേവ് ചെയ്തോ നമുക്കിതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് മാർബിൾ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു 2 ഡ്രോപ്പ് ടൈഗറിൻ്റെ പിസ്ത എസൻസ് തന്നെ ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ ആക്കിയെടുക്കാം. ഇനി മാർബിൾ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 ഡ്രോപ്പ് ഇതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി വയ്ക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ഇളക്കി മിക്സ് ചെയ്യരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് റെഡി ആയത് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്കിത് സെയിം ഇതുപോലെ ആക്കി വെച്ചത് അനക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒഴിക്കുന്ന ടൈമിൽ ഇതുപോലെ നല്ല മാർബിൾ എഫക്റ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു കളറും നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡിസൈനാണിത്. അപ്പോൾ നമ്മുടെ ഡിസൈൻസ് നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ നമ്മുടെ സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിലൂടെ നല്ലൊരു മാർബിൾ എഫക്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു എഫക്റ്റ് നമുക്ക് ഏതൊരു കേക്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ബ്ലാക്ക് ട്രഫിൾ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൽ റെഡിയാക്കി എടുക്കാം. ഏതൊരു കേക്കിലും നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഗനാഷ് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ഗനാഷ് നന്നായിട്ടൊന്ന് ചൂടാറിയും നമ്മളൊന്ന് ഉറപ്പ് വരുത്തണം. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അങ്ങ് സ്പ്രെഡായി പോകും. അപ്പോൾ നമ്മൾ നല്ല ഗനാഷ് ഒന്ന് ചൂടാറി ഒന്ന് തിക്കായതിന് ശേഷം മാത്രം കളർ മിക്സ് ചെയ്ത് ഇതുപോലെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ സൈഡ്സിലൊന്നും ഇതുപോലെ ഡിസൈൻസ് ഞാനിവിടെ കുറച്ച് നട്ട്സ് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വച്ചില്ല എന്ന് ഓർത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ഡിസൈൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ പിസ്ത കേക്കും ഒന്ന് റെഡിയാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. പിന്നെ ഇനി നെക്സ്റ്റ് കേക്ക് വെറൈറ്റി കേക്കിൻ്റെ വീഡിയോസായിട്ട് വരുന്നത് വരേക്കും ബൈ.